24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റെടുത്തു. സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ചുമതലയേറ്റെടുത്തത്. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ എതിർപ്പ് മറികടന്നാണ് സസ്പെൻഷൻ റദ്ദാക്കിയത്. തീരുമാനം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസ് കോടതിയെ സമീപിക്കും. സസ്പെൻഷൻ നടപടിയിൽ നാളെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. യോഗത്തിൽ താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റിപ്പോർട്ട് ചെയ്തു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിശദ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും VC വഴങ്ങിയില്ല. എതിർപ്പിനെ മറികടന്ന് സസ്പെൻഷൻ പിൻവലിച്ച് പ്രമേയം പാസാക്കി. സസ്പെൻഷൻ നടപടി വിഡ്രോ ചെയ്യാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഓൾ കാര്യങ്ങൾ വളരെ വിശാലാർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒരു എൻക്വയറി കമ്മിറ്റിയെ സിൻഡിക്കേറ്റ് നിയോഗിച്ച് ഈ തീരുമാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തിങ്കളാഴ്ച അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ വൈകുന്നേരം 4:30 KS അനിൽകുമാർ സർവകലാശാലയിലെത്തി വീണ്ടും ചുമതല ഏറ്റെടുത്തു. തീരുമാനം അംഗീകരിക്കില്ലെന്ന് താൽക്കാലിക VC സിസ തോമസ് അറിയിച്ചു. താൻ യോഗം പിരിച്ചുവിട്ട ശേഷം എടുത്ത തീരുമാനം നിലനിൽക്കില്ലെന്നാണ് VCയുടെ നിലപാട്. റദ്ദാക്കപ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് വരുന്നേയില്ല. അതുകൊണ്ട് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും VCയുടേതായി. സിൻഡിക്കേറ്റ് നടപടി കോടതി പരിശോധിക്കട്ടെ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. കോടതി പരിശോധിക്കട്ടെ. സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി വയ്ക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത്. VCയും സിൻഡിക്കേറ്റും നാളെ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. 24 തിരുവനന്തപുരം. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഹർജി പിൻവലിക്കും. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. നാളെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം കോടതി അറിയിക്കും. സിൻഡിക്കേറ്റിന്റെയും VCയുടെയും സത്യവാങ്മൂലം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. ഇന്ന് അടിയന്തര സിൻഡിക്കേറ്റ് ചേർന്ന് സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. പിന്നാലെ അനിൽകുമാർ ചുമതലയും ഏറ്റെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പിന്തുണച്ച് CPIM-ഉം LDF-ഉം ഒറ്റക്കെട്ടായി രംഗത്ത്. മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി. വിശദീകരണ യോഗം സംഘടിപ്പിക്കാനൊരുങ്ങി പത്തനംതിട്ടയിലെ LDF. വീണ ജോർജിനെ വിമർശിച്ച CPIM നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ CPIM സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ആരോഗ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് കേന്ദ്ര നേതൃത്വവും പിന്തുണച്ചിരിക്കുന്നത്. മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കേരളത്തിലെ ആരോഗ്യമേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യമേഖലയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ശ്രമങ്ങൾ വേണ്ടത്ര വേഗതയിലല്ലാത്ത പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം. കേരളത്തിലെ ആരോഗ്യമേഖലയുടെ മികവിനെ ഇടിച്ചു കാണിക്കുന്നതിനകത്ത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഈ മന്ത്രി രാജിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ പ്രതിഷേധം ചെറുക്കാൻ പത്തനംതിട്ടയിൽ CPIM തീരുമാനിച്ച വിശദീകരണ യോഗം LDF-ന്റേതായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആറന്മുള നിയോജക മണ്ഡലത്തിൽ വ്യാഴാഴ്ച വിശദീകരണ യോഗം നടത്തും. പഞ്ചായത്ത് തലത്തിൽ റാലിയും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിയെ വിമർശിച്ച സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടവർക്കെതിരെ നടപടിയെടുക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. ലോക്കൽ കമ്മിറ്റികളോടാണ് നടപടിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. 3 ദിവസത്തിനുള്ളിൽ നടപടിയെടുത്ത ശേഷം സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് നൽകാനാണ് അറിയിച്ചിട്ടുള്ളത്. 24 പത്തനംതിട്ട. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രിമാരും നേതാക്കളും എത്തി. മന്ത്രിമാരായ വീണ ജോർജ്, P. പ്രസാദ്, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ കുടുംബത്തെ കണ്ടു. സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. അപകടം നടന്ന 4-ാം ദിവസമാണ് ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി വീണ ജോർജ് എത്തിയത്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതാലക്ഷ്മിയും മന്ത്രി ആശ്വസിപ്പിച്ചു. മകന് സ്ഥിരം ജോലി ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും. മന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. പോസിറ്റീവ് ഇനി നമ്മൾ ഒരുപാട് പറഞ്ഞ് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇവിടെ കണ്ടപ്പോൾ അറിയാമല്ലോ.
എല്ലാം ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ പോയി. കുഴപ്പമില്ല, എല്ലാം മുന്നോട്ട്. കൃഷിമന്ത്രി പി പ്രസാദും കുടുംബത്തെ സന്ദർശിച്ചു. കുടുംബത്തിന് ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും മന്ത്രി 24നോട്. കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങളൊക്കെയും അതിന്റെ ഭാഗമായി ആലോചിച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾക്കെല്ലാം അനുഭാവപൂർണമായ അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. മെഡിക്കൽ കോളേജിലെത്തി അപകടസ്ഥലം സന്ദർശിച്ച ശേഷമാണ് രമേശ് ചെന്നിത്തല വീട്ടിലെത്തിയത്. ആരോഗ്യമന്ത്രിക്ക് പ്രതിഷേധങ്ങളെ ഭയമെന്ന് ചെന്നിത്തല. ചാണ്ടിയുമ്മൻ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ധനസഹായത്തിന് 1 ലക്ഷം രൂപ കുടുംബത്തിന് നൽകിയെന്നും രമേശ് ചെന്നിത്തല. ആരോഗ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് പകൽ വെളിച്ചത്തിൽ അവിടെ പോകാനുള്ള ധൈര്യമില്ലായിരുന്നു ആ വീട്ടിൽ. ബിന്ദു ജോലി ചെയ്തിരുന്ന തലയോലപ്പറമ്പിലെ ടെക്സ്റ്റൈൽ സ്ഥാപനവും കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ചു. 1 ലക്ഷം രൂപ 2 ദിവസം ഞാൻ കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആജീവനാന്തം എല്ലാ മാസവും 5000 രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും. എല്ലാ മാസവും അമ്മയുടെ പേരിൽ അക്കൗണ്ടിൽ 5000 രൂപ വെച്ചിട്ട് കൊടുക്കാം. ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചു. റിപ്പോർട്ട് പരിഗണിച്ചാകും ധനസഹായ പ്രഖ്യാപനം. 24 കോട്ടയം. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് പോലീസ്. ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ജെ നൈനാൻ, ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജ് എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരെ റിമാൻഡ് ചെയ്തു. പ്രതിഷേധത്തിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സമരം പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കാനാണ് നീക്കം. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ. വെന്റിലേറ്റർ സൗകര്യത്തോടെ ഒരുക്കിയ ഐസൊലേഷൻ മുറിയിലാണ് യുവതിയുള്ളത്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘമെത്തും. അതേസമയം പാലക്കാട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 10 വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്നലെ രാത്രിയാണ് യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംസ്ഥാനത്ത് നിലവിൽ നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 425 പേർ. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 173 കോഴിക്കോട് 87 പേരുമുണ്ട്. മലപ്പുറത്ത് 12 പേർ ചികിത്സയിൽ, 5 പേർ ICUവിലാണ്. പാലക്കാട് 2 പേർ ഐസൊലേഷനിലുണ്ട്. ഇപ്പോൾ വരെ 3 പേരാണ് സസ്പെക്റ്റഡ് സിംറ്റമാറ്റിക് കേസായിട്ട് കണ്ടുപിടിച്ചത്. അതിൽ ഒരു ആള് നെഗറ്റീവ് വന്നിട്ടുണ്ട്. ബാക്കി 2 പേരുടെ ടെസ്റ്റിംഗ് നടത്തിയിട്ട് റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഫസ്റ്റ് ഡോസ് ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ് കൊടുത്തിട്ടുണ്ട്. മറ്റു 2 പേരുടെ കൂടി പരിശോധനാ ഫലം നാളെ പുറത്തു വന്നേക്കും. പാലക്കാട്ടെ സമ്പർക്ക പട്ടികയിൽ 61 പേരും കോഴിക്കോട് ജില്ലയിൽ 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. ഇന്ന് പുറത്തു വന്ന പരിശോധനാ ഫലങ്ങളിൽ മലപ്പുറം ജില്ലയിലെ 4 പേരുടെ ഫലം നെഗറ്റീവായി. 24 പാലക്കാട് കോഴിക്കോട്. കോഴിക്കോട് കാക്കൂരിലെ 2 മാസം പ്രായമായ കുഞ്ഞിന്റെ മരണത്തിൽ കേസെടുത്ത് പോലീസ്. കാക്കൂരിലെ ക്ലിനിക്കിൽ ചേലാകർമ്മത്തിനായി എത്തിച്ച കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കുട്ടി പ്രതികരിക്കാതായതോടെ ടൗണിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സാ പിഴവുണ്ടായോ എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ അറിയാനാകുമെന്ന് കാക്കൂർ പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ രക്ഷിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് കുഞ്ഞിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി. നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുഞ്ഞിന് പോസ്റ്റ്മോർട്ടം നടത്തും. കോഴിക്കോട് ഞാവൽപ്പഴം എന്ന് കരുതി വിഷക്കായ കഴിച്ച 3 വിദ്യാർത്ഥികൾ കൂടി ചികിത്സ തേടി. ചുണ്ട് തടിച്ച് വീർക്കുകയും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തതോടെയാണ് ചികിത്സ തേടിയത്. നിഖിൽ പ്രമേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. നിഖിൽ, വൈകുന്നേരം ഒരു കുട്ടി ഈ കായ കഴിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്ന വാർത്ത വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ പേർക്ക് പ്രശ്നങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഗോകുൽ, അത്തരത്തിലുള്ള വിവരങ്ങളാണ് താമരശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ചുണ്ടക്കുന്ന് സ്വദേശി അഭിഷേകാണ് ആദ്യം ചികിത്സ തേടിയത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കുട്ടി ചികിത്സയിലാണ്. ചുണ്ട് തടിച്ചു വീർക്കുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ കുട്ടി ആദ്യം ചികിത്സ തേടിയത്. ഇപ്പോഴിത് ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പേർ കൂടി, സുഹൃത്തുക്കളായ മറ്റു 3 പേർ കൂടി ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഈ കുട്ടികളുടെയൊക്കെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവർക്ക് ചെറിയ ദേഹാസ്വാസ്ഥ്യമുണ്ട്. ഇതേ തുടർന്നാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായത്. കൂടുതൽ പേർ ഈ കായ കഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം ഇപ്പോൾ അന്വേഷിച്ചു പോരുകയാണ്. ഗോകുൽ. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ബ്രിക്സ് സംഘടനയെ പോലെ കാലത്തിന് അനുസരിച്ച് മാറാൻ ഐക്യരാഷ്ട്ര സംഘടനകൾക്ക് കഴിയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. കാലത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നതിന്റെ തെളിവാണ് ബ്രിക്സിന്റെ വികാസം. സുരക്ഷാ കൗൺസിലും ലോക വ്യാപാര സംഘടനകളും ബഹുരാഷ്ട്ര വികസന ബാങ്കുകളും ഇത്തരത്തിൽ പരിഷ്കരിക്കണം. ലോക ജനസംഖ്യയുടെ 1/2 ഉൾക്കൊള്ളുന്ന ജനവിഭാഗത്തിന് ആഗോളതലത്തിൽ മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല.
ആഴ്ചതോറും സാങ്കേതികവിദ്യ മാറിക്കൊണ്ടിരിക്കുന്ന AI കാലഘട്ടത്തിൽ 80 വർഷത്തിനിടെ ഒരിക്കൽ പോലും ആഗോള സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് അംഗീകരിക്കാനാവില്ല. 21ാം നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയർ 20ാം നൂറ്റാണ്ടിലെ ടൈപ്പ് റൈറ്ററിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്ന് മോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണവും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചു. മാനവരാശിക്കെതിരെയുള്ള ആക്രമണമായിരുന്നു പഹൽഗാം. ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരകളെയും ഒരുപോലെ കാണരുതെന്നും നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. ആറന്മുള വിമാനത്താവള വിവാദ ഭൂമിയിൽ വീണ്ടും സ്വകാര്യ കമ്പനിയുടെ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി IT വകുപ്പ് നീക്കം. പദ്ധതിയുടെ സാധ്യതകൾ തേടി വീണ്ടും പത്തനംതിട്ട കളക്ടർക്ക് IT സ്പെഷ്യൽ സെക്രട്ടറി കത്ത് നൽകി. കത്തും ചീഫ് സെക്രട്ടറി തല സമിതിയുടെ തീരുമാനങ്ങളുടെ മിനിറ്റ്സും 24-ന് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം 10-നായിരുന്നു ചീഫ് സെക്രട്ടറി തല യോഗം. യോഗത്തിൽ IT, റവന്യൂ, കൃഷി, നിയമ, പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുത്തു. പദ്ധതി പ്രദേശം 90% നിലമാണെന്നും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്നതാണെന്നുമുള്ള കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് പദ്ധതി നിർദ്ദേശം നിരാകരിക്കാനായിരുന്നു യോഗ തീരുമാനം. ഒപ്പം ആറന്മുള വിമാനത്താവളത്തിന്റെ പേരിൽ നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാനും തീരുമാനിച്ചു. ഇത്തരം പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മുൻപ് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് KSITIL MD നിർദ്ദേശങ്ങൾ നൽകാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ടോഫൽ നൽകിയ പദ്ധതി അതേപടി വിട്ടുകളയാൻ IT വകുപ്പ് തയ്യാറല്ല. വീണ്ടും പത്തനംതിട്ട കളക്ടറിൽ നിന്നും ഈ മാസം 2-ന് IT സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ട് തേടി. പദ്ധതി പ്രദേശത്തിന്റെ വിവിധ വിവരങ്ങൾക്കൊപ്പം പദ്ധതി നിർദ്ദേശങ്ങളും കളക്ടറോട് പരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. KGS പേരുമാറ്റി സ്ഥാപിച്ച ടോഫൽ കമ്പനിയുടെ പദ്ധതി നിർദ്ദേശം ഉന്നതതല സമിതി തള്ളിയിട്ടും വീണ്ടും IT വകുപ്പ് നടത്തിയ നീക്കം ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. 24 തിരുവനന്തപുരം. തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം പരിശോധിക്കാനായി ബ്രിട്ടീഷ് വിദഗ്ധ സംഘം തലസ്ഥാനത്തെത്തി. ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർബസ് 400-ലാണ് എഞ്ചിനീയർമാർ എത്തിയത്. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം അറ്റകുറ്റപ്പണികൾക്കായി വിമാനം ഹാങ്ങറിലേക്ക് മാറ്റി. ബ്രിട്ടന്റെ വ്യോമസേനാ വിമാനം എയർബസ് A400M അറ്റ്ലസ് പകൽ 12:45 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. ബ്രിട്ടീഷ് വ്യോമസേനയിൽ 24 പേരടങ്ങുന്ന സാങ്കേതിക വിദഗ്ധരും F-35ന്റെ നിർമ്മാണ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിനിലെ സാങ്കേതിക വിദഗ്ധരും സംഘത്തിലുണ്ടെന്നാണ് വിവരം. പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണിക്കും ഇന്ത്യ വാഗ്ദാനം ചെയ്ത മെയിൻ്റെനൻസ് സൗകര്യം ബ്രിട്ടൻ സ്വീകരിച്ചതായി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയുടെ സഹകരണത്തിന് നന്ദിയും രേഖപ്പെടുത്തി. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടത്തും. തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കുമെന്നതിനാൽ സാങ്കേതിക വിദഗ്ധരെ കൊണ്ടുവന്ന എയർബസ് 400 വൈകുന്നേരത്തോടെ മടങ്ങി. ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35B യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും വലിയ കോളിളക്കം സൃഷ്ടിച്ച അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം F-35ന്റെ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. വിദഗ്ധ സംഘത്തിനും സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ ഇനി ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ ഈ യുദ്ധവിമാനത്തെ കടത്താനായിരിക്കും ബ്രിട്ടന്റെ നീക്കം. അഭിജിത്തിനൊപ്പം മനീഷ് മഹിബാൽ, 24 തിരുവനന്തപുരം. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം. യാത്രയും താമസവും ഒരുക്കിയത് ടൂറിസം വകുപ്പെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനായാണ് ടൂറിസം വകുപ്പ് 41 വ്ളോഗർമാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. ദൃശ്യങ്ങൾ പകർത്താനുള്ള സൗകര്യം, വേതനം, ഭക്ഷണം, താമസം തുടങ്ങിയ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കി. സ്വകാര്യ ഏജൻസിക്ക് ഇതിനുള്ള കരാറും സർക്കാർ നൽകി. 2024 ജനുവരി മുതൽ 2025 മെയ് വരെയാണ് സർക്കാർ വ്ളോഗർമാരെ ക്ഷണിച്ചത്. ഇതിലാണ് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടത്. ഇത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത്. തന്ത്രപ്രധാനമായ ഇടങ്ങൾ സന്ദർശിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട ജ്യോതി മൽഹോത്രയുടെ സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചെങ്കിലും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല. ചാരവൃത്തി ചെയ്യുന്നവരെ ബോധപൂർവം കൊണ്ടുവരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ജനങ്ങൾക്ക് അറിയാലോ, ചാരപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? അല്ല, നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി
കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. വിഷയം താൻ നേരത്തെ ഉന്നയിച്ചിരുന്നുവെന്നാണ് BJP നേതാവ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയ കേസിൽ നിലവിൽ ജയിലിലാണ് ജ്യോതി മൽഹോത്ര. 24 കൊച്ചി. മലപ്പുറം കാളികാവിൽ കൂട്ടിലായ നരഭോജി കടുവയെ ചികിത്സയ്ക്കായി തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. അവശനിലയിലായ കടുവയുടെ കണ്ണിന് പരുക്കേറ്റിട്ടുണ്ട്. കടുവയെ ഉടൻ കാട്ടിലേക്ക് വിടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഏറെ നേരം നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കരുവാരക്കുണ്ട് എസ്റ്റേറ്റിൽ നിന്ന് കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊണ്ടുപോകാനായത്. കൂട്ടിലകപ്പെട്ടിട്ടും ശൗര്യമൊട്ടും കുറയാതെ പലതവണ നരഭോജി കടുവ ചീറി. മുഖത്ത് മുറിവ് പറ്റിയിട്ടുണ്ട്. കൂടിന്റെ കമ്പിയിലിടിച്ചുള്ള മുറിവെന്ന് പ്രാഥമിക നിഗമനം. 13 വയസ്സുള്ള പെൺകടുവയാണ്. ഡോക്ടർ പരിശോധിച്ചതിൽ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. കണ്ണിനൊരു ചെറിയ കാഴ്ചക്കുറവായിട്ട് തോന്നുന്നുണ്ട്. 2-3 സ്ഥലത്ത് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ കാട്ടിലേക്ക് ഉടൻ വിടില്ലെന്ന് വനം മന്ത്രി. മറ്റ് പരിശോധനകൾ നടത്തിയതിനു ശേഷം വനംവകുപ്പിന്റെ തന്നെയുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമോ അല്ല ഉൾക്കാടിലേക്ക് വീണ്ടും അയക്കണമോ എന്ന കാര്യമൊക്കെ ഒരു വിദഗ്ധമായ ആലോചന നടത്തിയിട്ട് മതി എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കരുവാരുകുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച വനംവകുപ്പിന്റെ കൂട്ടിൽ കടുവ അകപ്പെട്ടതോടെ ആശ്വാസം. പക്ഷേ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കടുവയെ സമീപത്തെ കാട്ടിൽ തന്നെ വിടരുതെന്ന് നാട്ടുകാർ. ഇവിടെ ഒന്നും കളയാൻ അയക്കൂല. ഇതിപ്പോ കഴിഞ്ഞ അതില് പുലിനെ പിടിച്ചപ്പോൾ പോലും പറഞ്ഞത് ഇവിടെ ഒന്നും ഇടൂല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടുമെന്ന് പറഞ്ഞു. അത് ഇവിടെ തന്നെ ഇട്ടിക്കണത്. അതുകൊണ്ട് ഇതിന് വേറെ കൊണ്ടുപോയിടണം. ഒടുവിൽ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുമെന്ന് എഴുതി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് കൊണ്ടുപോകാനായത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി മെയ് 15 മുതൽ തിരച്ചിൽ നടത്തുകയായിരുന്നു വനംവകുപ്പ്. കാളികാവ് കരുവാരുകുണ്ട് മേഖലയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും കടുവാ ഭീതി ഒഴിഞ്ഞുവെന്നും ആശ്വസിക്കാം. 24 മലപ്പുറം. ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി കച്ചവടത്തിലൂടെ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു സമ്പാദിച്ചത് 10 കോടിയിലേറെ രൂപ. മൂവാറ്റുപുഴയിൽ വീടിനടുത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലഹരിപ്പണം വിനിയോഗിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ജോലിയുടെ ഭാഗമായി അമേരിക്കയിൽ പോയപ്പോഴും ലഹരി വിൽപ്പനയുടെ സാധ്യതകൾ എഡിസൺ തേടിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ഞെട്ടിക്കുന്ന അന്വേഷണ വിവരങ്ങളാണ് ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പുറത്തുവരുന്നത്. കഴിഞ്ഞ 4 വർഷത്തിലധികമായി ലഹരി വിൽപ്പനയിൽ നിന്ന് 10 കോടി രൂപയിലേറെ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ സ്വന്തമാക്കി. ഈ പണം ഉപയോഗിച്ച് എന്തൊക്കെ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. എഡിസന്റെ വീടിനടുത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലും ലഹരിപ്പണം എത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇത്തരം സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കമുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറായി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഡാർക്ക് നെറ്റിന്റെ കൂടുതൽ സാധ്യതകൾ എഡിസൺ തിരിച്ചറിയുന്നത്. 2 വർഷത്തിനിടെ 6000-ലധികം ലഹരി ഇടപാടുകൾ എഡിസൺ നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ അറസ്റ്റിലായ അരുൺ തോമസ് ആണ് എഡിസന്റെ പേരിൽ പാഴ്സലായി വന്നിരുന്ന ലഹരി വസ്തുക്കൾ വാങ്ങുകയും ആവശ്യക്കാർക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത്. പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിലും ലഹരിപ്പണം ഓഹരിയായി നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേസിൽ ഇനിയും അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. S. ശ്യാംകുമാർ, 24 കൊച്ചി. തൃശൂർ മാള കേബിൾ വിഷന്റെ 10ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സമാദരണം 2025 മാള കാർമൽ കോളേജിൽ നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ സമാദരണം 2025 ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു. നാളെയുടെ ലോകത്തെ മാറ്റിയെടുക്കേണ്ട കുട്ടികൾ മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്തും ശ്രദ്ധിക്കണമെന്ന് ശ്രീകണ്ഠൻ നായർ ചൂണ്ടിക്കാട്ടി. ഞാൻ ആ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതിനേക്കാളും എത്ര ഭയാനകമാണ് കേരളത്തിലെ യഥാർത്ഥ സാഹചര്യം എന്ന് ഞാൻ ആലോചിച്ചു പോയി. നമ്മുടെ വീട്ടിന് പുറത്തു പോയിട്ട് മടങ്ങി വരുന്ന കുട്ടികൾ എവിടെ പോയി, ആരെ കാണുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇന്ന് അമ്മമാരോട് പറയുന്നൊരു മറുപടിയുണ്ട്, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്, എൻ്റെ അഭിമാനം വ്രണപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. KCCL MD PP സുരേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പ്രവീൺ മോഹൻ, PB സുഭാഷ്, ഷാൻഡി ജോസഫ്, CP ഉദയൻ, സിസ്റ്റർ ജ്യോതി, PP സുരേഷ് കുമാർ, TD സുഭാഷ്, KC ജോൺസൺ, T ജയപ്രകാശ്, P ഗോപകുമാർ, PS സുബിതൻ, CP പ്രദീപ്, ജിജോ ജോസഫ്, P ആന്റണി എന്നിവർ സംസാരിച്ചു. 24 തൃശൂർ. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90ാം ജന്മദിനം പ്രൗഢഗംഭീരമായി
ആഘോഷിച്ചു. ധരംശാലയിലെ മക്ലിയോഡ്ഗഞ്ചിലെ ക്ഷേത്രത്തിൽ നടന്ന ആഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ പങ്കെടുത്തു. പിൻഗാമി ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദലൈലാമയ്ക്ക് മാത്രമെന്ന് സിക്കിം മന്ത്രി സോനം ലാമ 24-നോട് പറഞ്ഞു. കനത്ത മഴയെ അവഗണിച്ചും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ഇന്ത്യയിലെ ആസ്ഥാനമായ മക്ലിയോഡ്ഗഞ്ചിലെ തക്ഷൻ ചോലിംഗ് ബുദ്ധക്ഷേത്രത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ലല്ലൻ സിംഗ്, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു, വിദേശ പ്രതിനിധികൾ അടക്കം നിരവധി പേർ ചടങ്ങിനെത്തി. ടിബറ്റൻ സംസ്കാരവും പൈതൃകവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ജന്മദിന സന്ദേശത്തിൽ ദലൈലാമ. അതിനിടെ ദലൈലാമയ്ക്ക് സ്വന്തം പിൻഗാമിയെ തീരുമാനിക്കാൻ അധികാരമില്ലെന്ന് ചൈന ആവർത്തിച്ചു. 700 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒരു മതപരമായ ആചാരമാണിതെന്നും വ്യക്തിഗത വിവേചനാധികാരത്തിന് വിധേയമല്ലെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സു ഫെയ് ഹോങ് പറഞ്ഞു. എന്നാൽ പിൻഗാമി എങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദലൈലാമയ്ക്ക് മാത്രമെന്ന് सिक्किम मंत्री सोनम लामा 24-नोड. बुद्धिस्ट रिलीजन में कोई नहीं है, इसीलिए कोई कह के मुझे लगता है कोई फर्क नहीं पड़ेगा. ईस होलीनेस बुद्धा के अवतार है, चेहरे जी के अवतार मानता है, इसीलिए ईस होलीनेस से हमारे बुद्धिस्ट सेट में उससे बड़ा कोई नहीं है. ദലൈലാമയുടെ പിൻഗാമിയെ സംബന്ധിച്ച് ചൈനീസ് സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് വിപുലമായ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. ബരാക് ഒബാമയടക്കം 3 US മുൻ പ്രസിഡന്റുമാർ ജന്മദിനത്തിൽ വീഡിയോ സന്ദേശം അയച്ചു. ലോകത്തിലെ മുഴുവൻ ബുദ്ധമത വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചടങ്ങിൽ എത്തി. ചൈനീസ് അതിക്രമങ്ങൾക്ക് അഹിംസയിലൂടെ പ്രതിരോധം തീർത്ത് കലുഷിതമായ കാലത്ത് തന്റെ ജനതയെ ശാന്തിയിലേക്ക് നയിച്ച ദലൈലാമ 90-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആശംസകളുമായി ഈ കുന്നിൻ മുകളിൽ എത്തുകയാണ്. ധരംശിലയിലെ ദലൈലാമ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇതോടെ 24 പൂർണ്ണമാകുന്നു. നമസ്കാരം.